ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുനന്ദ നിധീനെ അമ്പലത്തിൽ വെച്ച് കാണുന്നുണ്ട്. എന്നിട്ട് അവളെല്ലാം തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ കൂടെ വരാൻ കഴിയില്ല, എനിക്ക് അതിനൊരിക്കലും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇനി ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടു പോകുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഹരീഷിൻ്റെ അടുത്തേക്ക് അഡ്വക്കേറ്റ് വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അയാളുടെ കാറ് നേരേക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് അവനോട് തുറന്ന് പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടനില്ലേ, അയാളുടെ ഭാര്യയും കൂട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഡൈവേഴ്സിന് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ആര് സുധീഷ് ഏട്ടനോ ചോദിക്കുന്നുണ്ട്. അതെ, നീ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇപ്പം തന്നെ ഡൈവേഴ്സ് ഒന്നും ചെയ്യേണ്ട, കുറച്ച് ദിവസം ഒന്ന് ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നോടുള്ള സ്നേഹം കാരണമാണ് ഞാൻ അതൊക്കെ പറയണമെന്നൊക്കെ പറയുന്നുണ്ട് ഹരീഷിനോട്. ഹരീഷിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വന്നിട്ട് വേഗം പോയിട്ട് സുധീഷിനെ ഇട്ടിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷിനോട് ചോദിക്കേണ്ടത്, നിങ്ങൾ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നു ഡൈവേഴ്സിന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് സുധീഷ് ഒന്നും മുണ്ടാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കല്യാണം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, സുധീഷ് അല്ല ഡൈവേഴ്സിന് പോയത്, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിധീനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നിധി എല്ലാവരും തുറന്ന് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, നീ ഒന്നും പറയണ്ട മോളെ, ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് എല്ലാം സംഭവിച്ചത് മുഴുവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷും മനസ്സോട് ഏട്ടനെ തെറ്റിദ്ധരിച്ചതിന് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഏട്ടനോട് പോയി മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കരഞ്ഞ് പറഞ്ഞു നിധിയോട് പോരുതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നികേഷ് ആണെങ്കിൽ വല്ലാത്ത വിഷമിച്ചിട്ട് നിധിയോട് പറയുന്നുണ്ട്, നിങ്ങൾ പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് നിധിയുടെ കാലിലടക്കം വീണിട്ട് ഏടത്തിയമ്മ പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ അച്ഛൻ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അവരുടെ ഫോട്ടോ തൂക്കി വെച്ചതൊക്കെ എടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.